എല്ലാവർക്കും നമസ്കാരം. പി.എസ്.സി പഠിതാക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സുവർണാവസരമാണ് ഇപ്പോൾ. അതിനെ പ്രയോജനപ്പെടുത്താവുന്ന 40 ദിവസത്തെ ഒരു ടൈം മാനേജ്മെന്റ് പ്ലാൻ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാവരും പരിശ്രമിക്കേണ്ട സമയമാണിപ്പോൾ. ഇനി വരുന്ന 40 ദിവസത്തെ ഒരു പഠനം നിങ്ങളുടെ ജീവിതത്തെ തന്നെ അട്ടിമറിച്ചേക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിശ്രമം ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിജയശ്രീ ലാളിതരായി നമ്മളെ നിർത്തും. സർക്കാർ ജോലികളിൽ തന്നെ ഏറ്റവും ഗ്ലാമർ ജോലികളായ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങി 13 തസ്തികകളിലേക്കുള്ള പ്രാഥമിക പരീക്ഷയ്ക്ക് 5 ലക്ഷത്തോളം പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ഈ 5 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ യാതൊരുവിധ പേടിയും നമുക്ക് വേണ്ട. കാരണം ഈ 5 ലക്ഷത്തിൽ നിന്ന് 500 റാങ്കുകളിലേക്ക് എത്താൻ നമുക്ക് ചിട്ടയായ പഠനവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. ആദ്യഘട്ട പരീക്ഷയ്ക്ക് ഇനി വെറും 40 ദിവസം മാത്രമാണ് ഉള്ളത്. ഇനിയും സമയം വൈകിയിട്ടില്ല. മിനിമം 5 മണിക്കൂർ സമയം പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പ്രാഥമിക പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി സമയമുള്ളവരാണെങ്കിൽ 15 മണിക്കൂർ വരെ ആയാലും നല്ലത്. അത് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം. 5 മണിക്കൂർ പഠിക്കാനുള്ള ടൈം ടേബിളാണ് ഞാൻ ഇന്നിവിടെ നൽകുന്നത്. ടൈം ടേബിളിൽ ഞാൻ സമയം എഴുതിയിട്ടില്ല. അത് ഓരോരുത്തർക്കും രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരം, അതനുസരിച്ച് പഠിക്കാം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ രാത്രി 10 മണി മുതൽ വെളുപ്പിന് 3 മണി വരെ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്താണ് പഠിച്ചത്. അത് പക്ഷേ എല്ലാവർക്കും അതുപോലെ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ടൈം ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ടൈം ടേബിളിലേക്ക് നോക്കാം. ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ GKക്കാണ് സമയം നൽകിയിരിക്കുന്നത്. GK എന്ന് പറയുമ്പോൾ നമുക്ക് സിലബസ് അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. GK പോർഷൻസ് ഹിസ്റ്ററി, സയൻസ്, ജിയോഗ്രഫി, മറ്റുള്ള എല്ലാ GK പോർഷൻസും വരും. അത് ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ച് ഓരോ ടോപ്പിക് മുഴുവനായി ഒരു ദിവസം ഒരു സബ്ജക്റ്റ് പഠിക്കാതെ അത് കുറച്ചു കുറച്ചായി ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ടോപ്പിക്കായി പഠിക്കുന്നതായിരുന്നു എൻ്റെ ശീലം. അത് എനിക്ക് ബോറടി ഒഴിവാക്കുന്നതിന് ഗുണം ചെയ്തിരുന്നു. അതിനനുസരിച്ചാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നൽകിയിരിക്കുന്നത്. അങ്ങനെ പഠിച്ചതിന് ശേഷം നമ്മൾ തലേ ദിവസം പഠിച്ചതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് കൂടി അവസാനം നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ 1 മണിക്കൂർ GKക്കായി മാറ്റിവെക്കാം. GKയിലെ ഓരോ പോർഷൻസും പഠിച്ചതിന് ശേഷം അതിൽ തലേ ദിവസം പഠിച്ചതിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്ത് അത് അവസാനിപ്പിക്കാം. അടുത്തതായി 1 മണിക്കൂർ നാം നൽകിയിരിക്കുന്നത് മാത്സ് പഠിക്കാനാണ്. മാത്സ് നമുക്കറിയാം, 20 മാർക്ക് നമുക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന പോർഷൻസിൽ നിന്ന് ലഭിക്കും. ഈ മാത്സ് എന്ന് പറയുന്നത് നമ്മുടെ PSC പഠിതാക്കൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാവാനാവാത്ത ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ മാത്സ് പഠിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ഒരു നഷ്ടവും വരില്ല. ഇനി അഥവാ മാത്സിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്താം. അപ്പോൾ ഒരു ടോപ്പിക് മാത്സിലെ ഓരോ ടോപ്പിക് ഒരു ദിവസം എടുക്കാം. ആ ഒരു ടോപ്പിക്കിലെ ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം മുൻവർഷ ചോദ്യങ്ങളിലെ കണക്കുകൾ ദിവസവും 10 വീതം പഠിക്കുക. അതായത് മുൻവർഷ ചോദ്യങ്ങളിൽ ചോദിക്കുമ്പോൾ അതിൽ നിന്നും ഓരോ പോർഷൻസിലെയും പല ചോദ്യങ്ങളായി വരും. അത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും. അത് ചെയ്തു തന്നെ പഠിക്കുക. അത് നമ്മുടെ ടൈം കാൽക്കുലേഷൻ, ടൈം മാനേജ്മെന്റിന് വളരെയധികം ഉപകാരപ്രദമാണ്. അടുത്തതായി 1/2 മണിക്കൂർ നൽകിയിരിക്കുന്നത് ഇംഗ്ലീഷിനാണ്. ഇംഗ്ലീഷിനായി 1/2 മണിക്കൂർ നൽകിയപ്പോൾ ഇംഗ്ലീഷിലെ സിലബസ് നോക്കി അതിലെ ഗ്രാമർ, വൊക്കാബുലറി, ശൈലികൾ അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിൽ നിന്നും ഒരു 5 വീതം ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായി ഓർത്തു വെക്കാൻ സാധിക്കും. അങ്ങനെ ആ 5 വീതമുള്ള ശൈലികളും വൊക്കാബുലറി, ഗ്രാമർ എല്ലാം പഠിക്കുക. അത് കൂടാതെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കുക. അതുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും. അതുകൂടാതെ തലേ ദിവസത്തെ പഠിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം മോക്ക് ടെസ്റ്റായി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരമാണ്. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്.
അടുത്തതായി അരമണിക്കൂർ നാം നൽകിയിരിക്കുന്നത് മലയാളം. ഇംഗ്ലീഷിന്റെ അതേ പാറ്റേൺ തന്നെയാണ് മലയാളത്തിലും പ്രയോജനപ്പെടുത്തേണ്ടത്. മലയാളത്തിലും ഇതേ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യനുകൾ വരുന്നത്. പലതരത്തിലുള്ള ഗ്രാമർ, വൊക്കാബുലറി, ശൈലികൾ അങ്ങനെ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ നോക്കി നമ്മുടെ സിലബസിലെ എല്ലാ വിഭാഗത്തിൽ നിന്നും 5 വീതം ഓരോ ദിവസം പഠിക്കുക. ഇതേ രീതിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിലെ ക്വസ്റ്റ്യനുകൾ കാണുന്നതോടൊപ്പം തന്നെ അത് നമുക്ക് ഏത് തരത്തിലാണ് ക്വസ്റ്റ്യനുകൾ വരുന്നത് എന്നതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ നിന്ന്. അങ്ങനെ മലയാളവും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബോറടിയില്ലാതെ തന്നെ നമുക്ക് 5 വീതം പഠിക്കുമ്പോൾ അത് കൃത്യമായി ഓർത്തിരിക്കാനും സാധിക്കും. പിറ്റേ ദിവസം അതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അടുത്തതായി അരമണിക്കൂർ നമ്മൾ നൽകിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സിനാണ്. കറണ്ട് അഫയേഴ്സിന് 10 മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. ഞാനിവിടെ എൻ്റെ ചാനലിലൂടെ എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് വളരെ കൃത്യതയോടുകൂടി തന്നെ നൽകുന്നുണ്ട്. അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പ്രധാനപ്പെട്ട അവാർഡുകൾ, നിയമനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. അതുകൂടി കണ്ടെത്തി പഠിക്കുവാൻ ഈ സമയം പ്രയോജനപ്പെടുത്തണം. അതുകൂടാതെ നമ്മൾ എത്ര പഠിച്ചാലും വീണ്ടും മറന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഇന്ന് കൃത്യമായി ഓർത്ത് അതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസുകളും മന്ത്ലി കറണ്ട് അഫയേഴ്സ് സീരീസുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതും കൂടി ഉൾപ്പെടുത്തി നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് പഠനം വളരെ കൃത്യതയോടെ നടത്തുകയാണെങ്കിൽ അതിൽ നിന്നുള്ള 10 മാർക്ക് ഈ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈസിയായി കിട്ടാൻ സാധിക്കും. അടുത്തത് അരമണിക്കൂർ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനും ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് അതിന് സമയം നൽകിയിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസ് വെച്ച് ഓരോ ടോപ്പിക്കും ഒരു ദിവസം പഠിക്കുക. കാരണം ചിലർക്കെങ്കിലും അതൊരു മടുപ്പുളവാക്കുന്ന സബ്ജക്റ്റാണ്. പക്ഷേ അത് നമ്മൾ ഇഷ്ടത്തോടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റോടെ പഠിക്കാം. അപ്പോൾ ഓരോ ടോപ്പിക് എടുത്ത് ഒരു ദിവസം പഠിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ കൂടി പഠിക്കുക. നമുക്കറിയാം ഓരോ ക്വസ്റ്റ്യനുകളിലും അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി 5 ക്വസ്റ്റ്യൻ ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 40 ദിവസം തന്നെ കൊണ്ട് തന്നെ മുഴുവനായി കവർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ക്വസ്റ്റ്യനിലെ ഓപ്ഷനുകൾ ചെന്ന് സ്റ്റക്കായി നിൽക്കുമോ എന്നെല്ലാം മനസ്സിലാക്കാനായി സാധിക്കും. അടുത്തതായി അരമണിക്കൂർ നൽകിയിരിക്കുന്നത്, അടുത്ത 1 മണിക്കൂർ നൽകിയിരിക്കുന്നത് റിവിഷൻ വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ ഒരു അരമണിക്കൂർ നാം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ചെയ്ത് പരിശീലിക്കണം. നമുക്കറിയാം 1.25 മണിക്കൂറിന് പരീക്ഷ, അത് അത്രയും സമയം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ മാത്സ് ഒഴിവാക്കിയാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കി ക്വസ്റ്റ്യനുകൾ നോക്കി പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്കത് വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, ഈ 5 മണിക്കൂർ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി ഓർത്തെടുക്കുക. അങ്ങനെ ഓർത്ത് വെച്ച് നമ്മൾ കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കത് ഓർത്തിരിക്കാൻ സാധിക്കും. ഇത്രയുമാണ് നമ്മൾ 5 മണിക്കൂർ എന്നുള്ള രീതിയിൽ ടൈം മാനേജ്മെന്റ് പ്ലാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ചിലർക്ക് കൂടുതൽ സമയം പഠിക്കാൻ ലഭിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് അവരുടെ പഠന സമയം കൂട്ടി. പിന്നെ പലർക്കും പല സബ്ജക്റ്റുകൾ എളുപ്പവും ചിലർക്കെങ്കിലും ചില സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടുമാണ്. അവർക്ക് അതിനനുസരിച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിന് കൂടുതൽ സമയം കണ്ടെത്തി അത് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കുവാൻ ശ്രമിക്കുക. പിന്നെ ഏത് സബ്ജക്റ്റ് ആയാലും എങ്ങനെയായാലും നമ്മൾ ഇഷ്ടത്തോടെ താല്പര്യത്തോടെ പഠിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ ഈസിയായി ഓർത്തിരിക്കാൻ സാധിക്കും.
ഈ ജോലി നമുക്ക് ഒരു ആവശ്യമല്ല. ഈ ജോലിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ പഠനം തുടർന്നാൽ ഉറപ്പായും ജോലി ലഭിക്കും. മുമ്പുള്ള നമ്മളുടെ പരാജയങ്ങൾ ഓർത്തിരിക്കാതെ ഈ പരീക്ഷകളിൽ നമ്മൾ വിജയിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ നിങ്ങളുടെ പഠനം തുടരുക. നിങ്ങൾക്ക് ഉറപ്പായും വിജയം നിങ്ങളെ കാത്തിരിക്കും. അതിനായി ഞാൻ നിങ്ങളോടൊപ്പം PSC ടിപ്സുമായും PSCയുടെ മുൻവർഷ ചോദ്യങ്ങളുമായും ക്ലാസ്സുകളുമായും നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.